ഹായ് ഹലോ. ഞാനിവിടെ സെയിൽസ് ടാക്സ് ഓഫീസർ എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി LLP ആക്ടിൻ്റെ ഒരു സമ്മറിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു. The MCA enforced the LLP Act with effect from 31st March 2009. Central government asked the authority to frame rules regarding LLP Act. Indian Partnership Act 1932 not applicable to LLP. Any individual or body corporate may be a partner in LLP. For individual not capable of becoming a partner of LLP if he has been found to be unsound mind, or he is an undischarged insolvent, or he has applied to be adjudicated as an insolvent and application is pending. ഈ 3 കേസിലാണ് ഒരു ഇൻഡിവിജ്വലിന് LLPയിൽ പാർട്ണർ ആകാൻ പറ്റാത്തത്. പിന്നെ മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് 2 പേരാണ്, മാക്സിമം നോ ലിമിറ്റാണ്, എത്ര വേണമെങ്കിലും ആകാം പാർട്ട്നേഴ്സ്. If at any time number of partners of LLP is reduced below 2 and LLP carries business more than 6 months, the person who is the only partner of LLP during the time, so it is carried on business after those 6 months, and he acknowledges that the fact that it is carrying on business with him alone shall be liable personally for obligation of the LLP incurred during that period. ഈ കേസിൽ ഏതെങ്കിലും ഒരു സമയത്ത് LLPയുടെ പാർട്ട്നേഴ്സ് 2-ൽ താഴെയായാലും, അപ്പോൾ ഒരാളായിട്ടുണ്ടെങ്കിൽ എന്നിട്ടും പുതിയ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല വിത്തിൻ 6 മന്ത്, അപ്പോൾ അങ്ങനെ കേസ് വരികയാണെങ്കിൽ ആ പാർട്ട്ണർ ആ ബിസിനസ്സിൽ വോളി ആപ്ലിക്കബിൾ ആയിരിക്കും, ഫുൾ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനായിരിക്കും. പിന്നെ every LLP shall have at least 2 designated partners who are individuals. At least one of them should be resident in India. The resident in India means a person who has stayed in India for a period of not less than 182 days during the immediately preceding 1 year. ഇപ്പോൾ ഈ നോക്കുകയാണെങ്കിൽ 2021 ഈ ഇയറിൽ LLP ഫോം ചെയ്യുന്നതെങ്കിൽ 2020-ൽ 152 ദിവസം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാവണം ആ പാർട്ട്ണർ, എന്നാൽ മാത്രമേ ആൾ റെസിഡൻ്റ് ആവുമെന്ന് പറയുള്ളൂ. അപ്പോൾ ഈ കേസിൽ എന്തെങ്കിലും ഫെയിലർ വരുത്തിയിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി LLPക്കും ആൻഡ് എവരി പാർട്ട്ണറിനും മിനിമം 10,000, മാക്സിമം 5 ലക്ഷം വരെ പെനാൽറ്റി വരാം. പിന്നെ എവരി ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഷാൽ ഒബ്റ്റെയിൻ DPIN, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഇപ്പോൾ ഇനി വേക്കൻസി റൈവേ ചെയ്തതാണ്, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിൻ്റെ എന്തെങ്കിലും വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ ഫില്ല് ചെയ്യണം. അതർവൈസ് എവരി പാർട്ട്ണർ വിൽ ബിക്കെയിം ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ. എന്നിട്ട് ROCയിൽ ഇത് കൺസെൻറ്റ് 30 ഡേയ്സിനുള്ളിൽ അറിയിക്കണം. പുതിയ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ROCനെ അറിയിക്കണം. ഇപ്പോൾ അങ്ങനെ അതിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ, ROCനെ അറിയിച്ചിട്ടില്ലെങ്കിൽ എവരി LLP ആൻഡ് എവരി പാർട്ട്ണർ ഷാൽ ഹാവ് ഫൈൻ മിനിമം 10,000, മാക്സിമം 1 lakh rupees. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ABC ഒരു LLP ആണ്, 3 പാർട്ട്നേഴ്സ് ഉണ്ട്, A ലിമിറ്റഡ്, B ലിമിറ്റഡ് ആൻഡ് C പ്രൈവറ്റ് ലിമിറ്റഡ്, ABC. ഇത് 3 പേരും ബോഡി കോർപ്പറേറ്റ് ആണ്. അപ്പോൾ ഇവർക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം 2 ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് വേണം. അപ്പോൾ ആ കേസിൽ ഇവർക്ക് വേണമെങ്കിൽ അഡീഷണൽ 2 ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെ കൊണ്ടുവരണം. അപ്പോൾ 3 ബോഡി കോർപ്പറേറ്റ് 2 ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആവും, സോ ദേ ക്യാൻ ഫോം ദ LLP. അടുത്തൊരു എക്സാമ്പിൾ ആണെങ്കിൽ LLP ABC ഹാവിങ് 5 പാർട്ട്നേഴ്സ്, നെയിംലി A, B, C, D, E. ഇതിൽ എയും ബിയും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആവാൻ പറ്റില്ല, കാരണം 2 പേരും നോൺ റെസിഡൻ്റ് ആണ്. ഇപ്പോൾ മിസ്റ്റർ എക്ക് വേണമെങ്കിൽ ആകാം, മിസ്റ്റർ സിക്കും ആകാം. അപ്പോൾ ഏതെങ്കിലും ഒരാൾ റെസിഡൻ്റ് ആയിരിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് LLP ആണ്. LLP ബോഡി കോർപ്പറേറ്റ് ആണ്, പെർപെച്വൽ സക്സഷൻ ഉണ്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, നോ മ്യൂച്വൽ ഏജൻസി ഉണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി, LLP അഗ്രിമെൻറ്റ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്, ബിസിനസ് ഫോർ ഏണിംഗ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി LLP സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ആൻഡ് നോട്ട് കമ്പൾസറി ടു ഹാവ് എ കോമൺ സീൽ, കോമൺ സീൽ നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം, അത് LLPയുടെ പാർട്ട്നേഴ്സ് തമ്മിൽ വേണമെങ്കിൽ മാത്രം കോമൺ സീൽ മതി. ഇനി അടുത്ത കൺവേർഷനാണ്. എ ഫേം, പ്രൈവറ്റ് കമ്പനി ഓർ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു LLP. ലിസ്റ്റഡ് കമ്പനി cannot convert to LLP. Foreign LLP is a registered office outside India which is established as place of business within India. A foreign LLP can become a partner in an Indian LLP. അടുത്തത് പറയുന്നത് ഇൻകോർപ്പറേഷൻ ആണ്.
അപ്പോൾ ഇൻകോർപ്പറേഷൻ സമയത്ത് 2 പാർട്ട്നേഴ്സ് വേണം. അവർ ROCയിൽ അവരുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം. അലോങ് വിത്ത് ആ ഡീറ്റെയിൽസ് ഒരു സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫൈ ചെയ്യേണ്ടത് ഒരു അഡ്വക്കേറ്റ്, ഒരു കമ്പനി സെക്രട്ടറി, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. ഇവർക്ക് ഇവരുടെ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ ആ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് പിന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് LLP ഫോം ചെയ്യാം. പിന്നെ ഇപ്പോൾ ഈ സർട്ടിഫൈ ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഈ കമ്പനി സെക്രട്ടറി, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അവർക്ക് ഇത് അറിയായിരുന്നു. നോസ് ടു ബി ഫോൾസ് ഓർ ഡസ് നോട്ട് ബിലീവ് ടു ബി ട്രൂ അങ്ങനെയാണെന്നെങ്കിൽ ഷാൽ ബി പണിഷബിൾ ഫോർ എ ഇംപ്രസ്മെൻറ്റ് എക്സ്റ്റെൻഡ് ടു 2 year ആൻഡ് ഫൈൻ മിനിമം 10,000 മാക്സിമം 5 lakh rupees. ഏതാകുമ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ LLP സർട്ടിഫിക്കറ്റ് കൊടുക്കണം. LLP ഷുഡ് ഹാവ് എ രജിസ്റ്റേർഡ് ഓഫീസ്. രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ കേസിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫീസ് മാറ്റി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി മിനിമം 2,000 മാക്സിമം 25,000. Every LLP should have either word LLP or limited liability partnership and the last word of its name. No similar names or identical names. Similar names ഒന്നും പാടില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു LLP ഫോം ചെയ്യണമെങ്കിൽ ക്യാൻ റിസർവ് നെയിം ഫോർ 3 months. 3 മാസം വരെ ഒരു LLPക്ക് അവരുടെ നെയിം റിസർവ് ചെയ്ത് വെക്കാം ഇപ്പോൾ തുടങ്ങുന്നതിന് മുമ്പേ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറയണത് സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യുന്ന നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തോന്നണം ഇത് എന്തെങ്കിലും സിമിലർ നെയിമാണ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എൻ്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ അത് കംപ്ലൈൻറ്റ് ചെയ്യണം, പേര് മാറ്റണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പെനാൽറ്റി LLPക്ക് മിനിമം 10,000 മാക്സിമം 5 ലക്ഷം വരെ പെനാൽറ്റി വരാം. അതിൻ്റെ ഇവർ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിന് മിനിമം 10,000 മാക്സിമം 1 lakh വരെ പെനാൽറ്റി വരാം. പിന്നെ അടുത്തത് ഫോംസാണ്. ഫോം നമ്പർ 1 എന്ന് പറയുന്നത് റിസർവേഷൻ ഓഫ് നെയിമാണ്. എന്ന് വെച്ചാൽ 3 മാസം വരെ നമുക്ക് റിസർവ് ചെയ്ത് വെക്കാം. ഫോം 2 എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് LLPയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, LLPയുടെ ബിസിനസ് എന്താണ്, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്, അതൊക്കെയാണ് ഇത് ഡീറ്റെയിൽസ് ഫോമിൽ 2 പറയണത്. ഫോം 3 LLP അഗ്രിമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് 30 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. ഇൻകോർപ്പറേറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ LLP അഗ്രിമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ഡെയിലി പ്രൊസീഡിങ്സിൽ എന്തെങ്കിലും അഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ല ഒരു എന്തെങ്കിലും കാര്യത്തിനെ പറ്റി. അപ്പോൾ ആ കാര്യത്തിനെ പറ്റി പറയുന്നത് ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അഗ്രിമെൻറ്റിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഒരു LLPയുടെ ഇംപ്രോപ്പർ യൂസ് ഓഫ് വേർഡ്സ് എന്ന് വെച്ചാൽ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ LLP ആണെന്ന് പറഞ്ഞ് നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെനാൽറ്റി മിനിമം 50,000 മാക്സിമം 5 lakh വരെ പെനാൽറ്റി വരും. അപ്പോൾ ഇങ്ങനെ പെനാൽറ്റി കുറേ വരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെനാൽറ്റി എല്ലാം ഒറ്റ ഇതിലായിട്ട് നോട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ നമുക്ക് റിവിഷന് എളുപ്പമായിരിക്കും. പിന്നെ എല്ലാ LLPയും അവരുടെ ഇൻവോയ്സസിൽ അവരുടെ നെയിം, അഡ്രസ്സ് ആൻഡ് രജിസ്റ്റർഡ് ഓഫീസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ മിനിമം 2,000 മാക്സിമം 25,000 വരെ പെനാൽറ്റി വരും. ഇനി അടുത്തത് സെസേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു പാർട്ണറിന് വേണമെങ്കിൽ LLPയിൽ നിന്ന് റിമൂവ് ആവാം, റിസൈൻ ചെയ്യാം. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ 30 ദിവസത്തിനുള്ളിലുള്ള നോട്ടീസ് കൊടുക്കണം. റിട്ടേൺ നോട്ടീസ് ഷുഡ് ബി റിട്ടേൺ. റിസൈൻ ചെയ്യുന്ന പാർട്ണറിനെ ഫോർമർ പാർട്ണർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഫോർമർ പാർട്ണർ ഡീംഡ് ടു ബി റിഗാർഡ് ആസ് എ പാർട്ണർ എന്ന് വെച്ചാൽ ഈ ഫോർമർ പാർട്ണർ ഇവിടെ നോട്ടീസ് കൊടുത്തിട്ടില്ല, അവരെ അറിയിച്ചിട്ടില്ലെങ്കിൽ അയാൾ ഡീംഡ് ടു ബി എ പാർട്ണറായിട്ട് തന്നെ ആയിരിക്കും. ഇനി ഫോളോയിങ് 3 കേസസിലാണ് ഒരു പാർട്ണർ സീസ് ആവണത്. എന്ന് വെച്ചാൽ ഡെത്ത് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് LLP, or he is declared to be unsound mind by a competent court, or he has applied to be adjudicated as an insolvent or declared as an insolvent. ഈ മൂന്ന് കേസിലാണ് പാർട്ണർ സീസ് ആവുന്നത് അയാളുടെ മെമ്പർ. പിന്നെ ഫോർമർ പാർട്ണർ ഓർ പേഴ്സൺ എൻറ്റൈറ്റിൽ ടു ഹിസ് ഷെയർ ഇൻ ദ കോൺസിക്വൻസ് ഓഫ് ഡെത്ത് ഓർ ഇൻസോൾവൻസ് ഓഫ് ദ ഫോർമർ പാർട്ണർ ഡസ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു ഇൻ്റർഫിയർ ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ദി LLP. എന്ന് വെച്ചാൽ ഒരു ഫോർമർ പാർട്ണറിനോ അതിൻ്റെ പിന്നെ ഒരു ഇൻസോൾവൻസി എന്ന് വെച്ചാൽ ദ പേഴ്സൺ ഹു ഇസ് ടു ഹിസ് ഷെയർ ഇൻ ദ കോൺസിക്വൻസ് ഓഫ് ദി ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് എ ഫോർമർ പാർട്ണർ does not have the right to interface the management. The former partner has entitled to receive from the LLP an amount equal to the capital contribution of the former partner actually made to the LLP and his right to share in the accumulated profit of the LLP after deducting accumulated losses of the LLP determined as the date of former partner ceases to be a partner. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ണർ അവരുടെ പേര് മാറ്റിയോ അഡ്രസ്സ് മാറ്റിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സ്വന്തം പേര് മാറ്റിയോ അല്ലെങ്കിൽ അഡ്രസ്സ് മാറ്റിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 15 ദിവസത്തിനുള്ളിൽ LLPനെ അറിയിക്കണം.
അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ മിനിമം 2000 മാക്സിമം 25,000 വരെ പെനാൽറ്റി വരാം. പിന്നെ ഇനി ചേഞ്ച് ഇൻ ദ നെയിം ഓഫ് എ പാർട്ണർ ഓഫ് സീസ് ടു ബി പാർട്ണർ എന്ന് വെച്ചാൽ അതായത് LLP ഇത് ഡയറക്റ്റ് ആർഒസിനെ അറിയിച്ചിട്ടില്ല. RECക്ക് 30 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം ഈ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ണർ റിസൈൻ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ LLP ചെയ്തിട്ടില്ലെങ്കിൽ മിനിമം 2000 മാക്സിമം 25,000 വരെ പെനാൽറ്റി വരാം. അത് LLPക്കും എവരി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിനും അത് ആപ്ലിക്കബിൾ ആകും. ഇപ്പോൾ ഒരു പാർട്ണറിന് സ്വയം ഫയൽ ചെയ്യാം, നോട്ടീസ് ഫയൽ ചെയ്യാം. എ പാർട്ണർ ക്യാൻ സീസ് ടു ബി പാർട്ണർ ഓഫ് LLP മേ ഹിംസെൽഫ് ക്യാൻ ഫയൽ എ നോട്ടീസ് വിത്ത് രജിസ്റ്റർ. എന്നിട്ട് ഇപ്പോൾ കൺഫർമേഷൻ 15 ദിവസത്തിനുള്ളിൽ LLP കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രാർ സ്വയം അദ്ദേഹത്തെ നമുക്ക് ഫോർമർ പാർട്ണറായിട്ട് പറയും. പിന്നെ കുറച്ച് പോയിന്റ്സാണ്. എവരി പാർട്ണർ ഈസ് ആൻ ഏജൻറ്റ് ഓഫ് LLP ബട്ട് നോട്ട് അതർ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സും LLPക്ക് ഏജൻറ്റാണ്, പക്ഷേ അതർ പാർട്ട്നേഴ്സ് തമ്മിൽ ഏജൻ്റ് ഇല്ല. പക്ഷേ നമ്മൾ പാർട്ണർഷിപ്പ് ആക്റ്റിൽ എവരി പാർട്ട്ണർ ഏജൻ്റാണ്. ഇവിടെ LLP മാത്രം ഏജൻറ്റ് ഓഫ് LLP മാത്രമേ ഉള്ളൂ. ഇവിടെ പാർട്ണർഷിപ്പിൻ്റെ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്, പക്ഷേ അൺലിമിറ്റഡ് ലയബിലിറ്റി ഇൻ കേസ് ഓഫ് എനി ഫ്രോഡ് ഡൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സും അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇപ്പോൾ ഫ്രോഡ് ഈസ് ക്യാരിഡ് ബൈ എനി പാർട്ണർ വിത്തൗട്ട് നോളജ് ഓഫ് LLP ആണെങ്കിൽ ദെൻ LLP ഈസ് ലിമിറ്റഡ് ലയബിലിറ്റി. ഇവൻ എവരി പേഴ്സൺ പാർട്ണർ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആവാം, അല്ലെങ്കിൽ എംപ്ലോയി ആവാം, ഹു വാസ് knowingly a party to the carrying on the business in the manner aforesaid shall be punishable with imprisonment for a period may extend to 2 years and with a fine not less than 50,000 but which may extend to 5 lakh. എന്നുവെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഫ്രോഡ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ എവരി പാർട്ണർ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആൻഡ് എംപ്ലോയി അവർക്ക് ജയിൽവാസം 2 വർഷം വരെ ആകാം, അല്ലെങ്കിൽ ഫൈൻ മിനിമം 50,000 മാക്സിമം 5 lakh rupees. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി പാട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്.